الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുണ്യപ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ സ്നേഹിക്കേണ്ടതിൻ്റെയും അവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു നഖചിത്രം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ പറഞ്ഞിട്ടാണ് ഈ പ്രവാചകൻ കടന്നുപോയത് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റേണ്ടതായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ ഈ പ്രവാചകൻ പറഞ്ഞ് കടന്നുപോയി. ലോകത്ത് ജനനങ്ങൾ നടക്കുന്നു, മരണങ്ങൾ നടക്കുന്നു. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഒരുപാട് മരണ വാർത്തകളുണ്ട്. അതിൽ പ്രായമുള്ളവരുണ്ടാകാം, പ്രായം കുറഞ്ഞവരുണ്ടാകാം. വീടിൻ്റെ നിർമ്മാണം നിർവഹിച്ച് അടുത്ത ദിവസം അതിലേക്ക് കുടുംബസമേതം കയറിയിരിക്കാൻ പ്ലാൻ ചെയ്തവരുണ്ട്. പക്ഷെ അതിൻ്റെ തലേ ദിവസമാണ് അയാൾ മരിച്ചുപോയത്. അങ്ങനെ എത്രയോ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. വിദേശത്തു നിന്ന് വന്ന് 30-40 കൊല്ലം വിദേശത്ത് നിന്ന് നാട്ടിൽ പാർക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ചു കാലം ജീവിക്കണം, നാടിൻ്റെ വായു ശ്വസിക്കണം, മക്കളെ കണ്ണു നിറയെ കാണണം, സഹധർമ്മിണിയോട് ഒരുപാട് കഥകൾ പറയണം. ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്യാനും തുന്നാനും മോഹങ്ങൾ ഒരുപാടുള്ള മനുഷ്യന്മാർ. പക്ഷേ പെട്ടെന്ന് അവർ കടന്നു പോകുന്നു. ഇത് ലോകത്തിൻ്റെ ഒരു നീതിശാസ്ത്രമാണ്. ഇത് പടച്ചവൻ്റെ മാത്രം തീരുമാനമാണ്. അള്ളാഹു കണക്കാക്കിയ ഒരു കണക്ക് അത് തെറ്റുന്നില്ല. വഫൗഖ തഖദീരിനാ ലില്ലാഹി തഖദീർ. നമ്മുടെ പ്ലാനുകളൊക്കെ ചിലപ്പോൾ തെറ്റുന്നുണ്ട്, കണക്കുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. തെറ്റാത്ത ഒരു കണക്ക് അത് റബ്ബുൽ ഇസ്സത്തിൻ്റെ കണക്കാണ്. അതുകൊണ്ട് ഈ ലോകത്ത് വന്നവരൊക്കെ കടന്നു പോവുക എന്നുള്ളത് ലോകത്തിൻ്റെ നിയമമാണ്, റബ്ബിൻ്റെ നിയമമാണ്. ജനനമൃതികൾ ലോകത്ത് വ്യാപകമായി നടക്കുന്നു. 23 സംവത്സരങ്ങൾ കടന്നു പോയപ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ
ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം ഏകദേശം ളുഹാ നമസ്കാരത്തിൻ്റെ സമയം അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ് കടന്നു പോകുന്നുണ്ട്. സമുദായത്തിനും ഉമ്മത്തിനും ഖിയാമം വരെ പാഠമായ ഒരു ജീവിതം, മാർഗദർശകമായ ജീവിതം, പകർത്തേണ്ട ജീവിതം. വിശ്വാസികൾക്ക് ആര് വഴികാട്ടി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം അത് ഈ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ ജീവിതമാണ്, അവിടുത്തെ വാക്കാണ്, അവിടുത്തെ മൗനമാണ്, അവിടുത്തെ അംഗീകാരമാണ്, അവിടുത്തെ കൽപ്പനകളാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണത്തിന്റെ സൂചനകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. സൂറത്ത് സുമറിലെ 31-ാമത്തെ ആയത്ത് അതുമായി ബന്ധപ്പെട്ടതാണ്. വിഷമങ്ങൾ വന്ന നേരം, പ്രയാസങ്ങൾ വന്ന നേരം, ആളുകൾ കഷ്ടപ്പെടുത്തിയ നേരം, ജീവിതം വല്ലാത്തൊരു പരീക്ഷണമായി തോന്നിയ നേരം അപ്പൊ വരുന്നൊരായത്തുണ്ട്, ഇന്നക മയ്യത്തുൻ വഇന്നഹും മയ്യത്തൂൻ ثم إنكم يوم القيامة عند ربكم تختصمون. നബിയേ, നിങ്ങൾ മയ്യത്താണ്, വഇന്നഹും മയ്യത്തൂൻ, അവരും മയ്യത്തുകളാണ്. ഇതിന്റെ വ്യാഖ്യാനം വായിക്കുമ്പോൾ കാണുന്നു, നിങ്ങൾ മരിക്കാൻ പോകുന്നവനാണ്, അവരും നാളെ മരിച്ചു പോകുന്നവരാണ്. പിന്നീട് പരലോകത്ത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവരെന്ത് വിഷയത്തിൽ തർക്കിക്കുന്നുവോ ആ തർക്കിക്കുന്നതിനൊക്കെ അല്ലാഹു പരിഹാരം, അതിൻ്റെ ഉത്തരം, അതിൻ്റെ രക്ഷ, അതിൻ്റെ ശിക്ഷ അത് അല്ലാഹു നിർവഹിക്കുക തന്നെ ചെയ്യും. സൂറത്ത് നസ്ർ എന്ന് പറയുന്ന ചെറിയ ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. അതിറങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഉമ്മത്തിന് ഓതിക്കൊടുക്കുന്ന ഒരു നേരമുണ്ട്. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. റസൂലുള്ളാഹിന്റെ ഒരു വചനം അഥവാ ഖുർആന്റെ ഒരു വചനം അത് നബി അവർ ഓതിക്കൊടുത്തു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. അതിങ്ങനെ ഓതിക്കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞുവോ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. അപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഫതഹുൽ മദാഇനി വൽ ഖുസൂർ, കൊട്ടാരങ്ങൾ നാം ജയിച്ചടക്കും, പട്ടണങ്ങളും നാം ജയിച്ചടക്കും, എല്ലാം ദീനിന് കീഴിൽ വരും എന്നാലേ പറയുന്നത്. ഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ തഖൂലു ഇബ്നു അബ്ബാസ്, അബ്ബാസിന്റെ മകനെ, നിനക്ക് എന്താണ് ഈ ആയത്തിനെ പറ്റി പറയാനുള്ളത്? ഈ സൂറയെ കുറിച്ച് എന്ത് പറയാൻ? സഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജലുൻ, അതൊരു മരണമാണ്, അതൊരു മരണത്തിന്റെ സൂചനയാണ്. ഔ മസലുൻ ളുരിബ ലി മുഹമ്മദിൻ നുഅയത് ലഹു നഫ്സു, അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് അവിടുത്തെ മരണ വാർത്ത, അവിടുത്തെ വേർപാടിന്റെ സൂചന അത് അല്ലാഹു നൽകുകയാണ്. കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഈ ദീനിലേക്ക് ഒഴുകി വരുന്നത് നീ കണ്ടാൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ്, നീ അല്ലാഹുവിന്റെ സ്തോത്ര കീർത്തനം നടത്തുക, വസ്തഗ്ഫിറുഹു, നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, ഇന്നഹു കാന തവ്വാബാ, അല്ലാഹു എല്ലാം പൊറുക്കുന്നവൻ, അല്ലാഹു ഒരുപാട് തൗബ സ്വീകരിക്കുന്നവനാണ്. ഒരു സഫർ മാസം അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖമായി. ഒരു മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു വരുന്നു. അവിടെ നിന്ന് മടങ്ങി വരുമ്പോ നബിക്ക് പനി ബാധിച്ചു. അതൊരു മരണത്തിൽ കലാശിക്കുന്ന രോഗം എന്നാരറിഞ്ഞു. 2 ആഴ്ചയോളം ദീർഘമായ പനി, അത് രോഗമായ പനി, അത് മരണമായ പനി. ആയിഷ ബീവി പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറളിഹി അല്ലദീ മാത ഫീഹി യഖൂലു, അന്ന് നബി പറഞ്ഞു എന്നാണ്, മരിക്കണ ദിവസം, അനഗദൻ, ഞാൻ നാളെ എവിടെയാണ്, അനഗദൻ, ഞാൻ നാളെ എവിടെയാണ്, യുരീദു യൗമ ആയിഷ ഫഅദിന ലഹു അസ്വാജുഹു യകൂനു ഹൈസു ശാഅ,
അത് പറയുമ്പോൾ മറ്റു ഭാര്യമാരൊക്കെ സമ്മതം കൊടുത്തു, ഇവിടെ തന്നെ നിന്നോളൂ, നിങ്ങൾ ആയിഷയുടെ വീട്ടിൽ നിന്നോളൂ. ഓരോ ഭാര്യമാർക്കും ഊഴം നിശ്ചയിച്ച് വ്യത്യസ്തമായ ദിവസങ്ങളിൽ പോയിരുന്ന പ്രവാചകൻ ഓരോരുത്തർക്കും ഓരോ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുഭാരിത്വത്തിന്റെ നീതിയും അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പണക്കത്തിനൊരു വിവാഹം നടത്തി പ്രതികാരം വീട്ടുന്ന ഒരു ഏർപ്പാട് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. യാത്ര പോകുമ്പോൾ അവിടെ നിന്ന് നറുക്കിട്ടെടുക്കുന്നതാണ്. യാത്രാപൂർവ്വമല്ലേ ഉണ്ടാവൂ, അല്ലെങ്കിൽ അതൊരു നിശ്ചയിക്കപ്പെട്ടതാകില്ല. ഇന്ന് ഏത് സഹധർമ്മിണി കൂടെ വരണം, അപ്പം അത് നറുക്കിടും, അവരെ ബോധ്യപ്പെടുത്തും. ആർക്കും ഈ നബിയോട് ഈർഷ്യത വരാത്ത വിധം കുടുംബജീവിതത്തിന്റെ നീതിശാസ്ത്രം ഏറ്റവും മനോഹരമായിട്ട് അവിടെ നിന്ന് നടപ്പാക്കും. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് വിരോധമല്ല, അത്ര അസുഖം, അത്ര പ്രയാസം, അത്രമേൽ കഷ്ടപ്പാട്, അത്ര ദുരിതം, അത്ര നബിക്ക് ആ ശരീരം കൊണ്ടുള്ള പ്രയാസം, നടന്നിട്ട് പള്ളിയിൽ വരാനാവാത്ത വിധം ചുമലിൽ താങ്ങിയിട്ട് പലപ്പോഴും നബി കടന്നു വരുന്നു. അവിടുന്ന് പറയുന്നു അവസാന നേരത്ത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹ് ശപിച്ചു, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടം അതവർ ആരാധനായിടങ്ങളാക്കി, പള്ളികളാക്കി. ഖബർ പൂജ വ്യാപകമായി നാട്ടിൽ നടക്കുന്നു, അതിന് മേൽവിലാസം ഉണ്ടാക്കുന്നു. അതൊരു പുണ്യപ്രവർത്തനമാണെന്ന് ഒരുപാട് ആളുകൾ ധരിച്ചു വശാകുന്നു. ഖബർ സിയാറത്ത് പുണ്യം പഠിപ്പിച്ച ഇസ്ലാം ഖബറാളികളോടുള്ള പ്രാർത്ഥന തരി ശിർക്ക് എന്ന് കൃത്യവും വ്യക്തവുമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനമായൊരു സംഗതിയാണ്. ചെറിയ സംഗതിയൊന്നുമല്ല അത്. മതത്തിന്റെ മേൽവിലാസം അത് അധിഷ്ഠിതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയിലാണ്. കഴിഞ്ഞ ഖുത്ബയിൽ കേട്ടതാണ്, അതിന്റെ തുടർച്ചയാണ്. അവിടെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയുന്ന വാക്കാ, ജൂതന്മാരെ ശപിച്ചു, ക്രിസ്ത്യാനികളെ ശപിച്ചു. അവർ ചെയ്ത തെറ്റ് മറ്റൊന്നുമല്ല, അവർക്ക് വന്ന നബിമാർ, ആ നബിമാർ മരിച്ചപ്പോ അവരുടെ ഖബറിടം ആരാധനാ കേന്ദ്രങ്ങളായി മാറി. എന്തൊക്കെയോ നാട്ടിൽ നമ്മൾ കേൾക്കുന്നു. ഒരു ജനത അതിന്റെ പിന്നാലെ പാഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് അതീവ ഗൗരവത്തോടെ അവർക്ക് വേർപാടിന്റെ നേരം പ്രവാചകൻ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഖദ് ദനാ മിന്നി ഖുഫൂഫുൻ മിൻ ബൈനി അൽഹുരിക്കും ഫമൻ കുൻതു ജലത്തു ലഹു ലഹറൻ ഫഹലാ ലഹരി. ഞാൻ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്നെ തിരിച്ചടിക്കാം. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും തരാനുണ്ടോ, അത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. കൂട്ടത്തിലൊരു സഹാബി അപ്പൊ പറഞ്ഞു, അത്ര എനിക്ക് 3 ദീനാർ നിങ്ങൾ തരാനുണ്ട് നബിയെ. അപ്പൊ അതെടുത്തു കൊടുത്തു. പണക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളാണീ പറയും, മരിക്കണ നേരത്ത് ഓൻ്റെ ഒരു 3 ദീനാറിന്റെ ചോദ്യമാണ് ചോദിച്ചത്. അങ്ങനെയല്ല, അത് ഇസ്ലാമിലെ വളരെ പ്രധാനമായൊരു സംഗതിയാണ്. ഹക്കടപാടുകൾ പ്രധാനമാണ്, അത് സൂചിപ്പിക്കാനാണ് ആ സംഭവം. മരിക്കണ നേരത്തെ പ്രവാചകൻ ചോദിക്കുക എന്തെങ്കിലും തരാണ്ടോ. അപ്പൊ ഒരു സഹാബി പറയുന്നത് 3 ദീനാർ നിങ്ങൾ എനിക്ക് തരാണ്ട്. സ്വലത കൊടുക്കാൻ പറയാ, കൊടുക്കുക. ആലോചിച്ച് നോക്കണം. നമ്മളൊരു നീതിശാസ്ത്രം അങ്ങനെയാണല്ലോ. മരിക്കണ നേരത്തെ ഒരാൾ ചോദിക്കുകയാണ് ആർക്കെങ്കിലും, അപ്പോൾ ഒരാൾ പറയും നിങ്ങളൊരു 20 റുപ്യ തരാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആ മഹലിൽ പിന്നെ അയാൾക്ക് പാർക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അയാളന്ന് മരിക്കും ചെയ്താൽ ആൾക്കാരൊക്കെ പാടെ അയാളെ നേരെടുക്കും. എന്ത് പണിയിച്ച് കാട്ടിയത് മരിക്കണ നേരത്തെ. അങ്ങനെയല്ലല്ലോ ദീന്. ഈ വേർപാട് വിശുദ്ധമാകണം. കടപാടുകളില്ലാതെ ഈ ലോകത്തുനിന്ന് കടന്നു പോകണം. കടബാധ്യതയില്ലാത്തൊരു മയ്യത്തായി മാറണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുപോലെ അഭിമാനന്മാരുടെയെങ്കിലും ഞാൻ തകർത്തുവോ, നിങ്ങൾക്ക് എപ്പോൾ എന്നെ ചോദ്യം ചെയ്യാം. കുറേ കാര്യങ്ങൾ വിശാലമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവസാനം അന്നത്തെ സുബ്ഹിയുടെ ഒരു നേരമുണ്ട്. ആ തിങ്കളാഴ്ച സുബ്ഹിയുടെ നേരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നമസ്കാരം തുടങ്ങി. പെട്ടെന്ന് നബിയുടെ വിരിപ്പ് നീങ്ങുന്നത് സഹാബത്ത് ശ്രദ്ധിച്ചു. അവിടുന്ന് നോക്കി പുഞ്ചിരി തൂകാണ്. ഞാൻ പോയാലും ഇത് ഏറ്റെടുത്ത് നടത്താൻ, ഇത് കൊണ്ട് നടത്താൻ ഒരു നല്ല നേതൃത്വം, അതിനെപ്പറ്റി അണികൾ ഒക്കെ പാകപ്പെട്ടു എന്നുള്ള അടങ്ങാത്ത മനസ്സിന്റെ താല്പര്യമായിരിക്കണം ആ അവസാനത്തെ മന്ദസ്മിതം. സഹാബികൾ കരുതി വരികയാണെന്ന് കരുതി എന്നാണ്.
റസൂൽ അങ്ങോട്ട് നടന്നു വരിക എന്ന് കരുതിയില്ല. പക്ഷെ പ്രവാചകൻ പിരി അങ്ങോട്ട് തന്നെ മാറ്റി. ആളുകൾ ഇനി തെറ്റിദ്ധരിക്കണ്ട. അസുഖവും പ്രയാസവും ആയിഷ ബീവിയുടെ മടിയിൽ അങ്ങനെ കടന്നു. സമയം അങ്ങനെ കടന്നുപോയി. പ്രവാചകന് പ്രയാസങ്ങൾ നീങ്ങി എന്ന് ചിലർ കരുതി. അത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ അവിടുന്ന് പോയി. എങ്ങോ ദൂരദിക്കിലേക്ക് പോയി. അദ്ദേഹം ഒരുപാട് ആളുകൾ പോയി. നബിക്ക് വിഷമം തീർന്നു എന്ന് ചിലർ ധരിച്ചു. അസുഖത്തിൽ നിന്ന് നബി വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പലരും കരുതി. പക്ഷേ മരണത്തിന്റെ വേള അത് റബ്ബിന്റെ തീരുമാനമാണ്. മലക്കുൽ മൗത്തിന്റെ സാന്നിധ്യമാണ്. മരണം ഉറപ്പിക്കുന്ന ഒരു നേരമാണ്. ആയിഷ ബീവി പറയാണ്, അവിടുന്ന് ഫാത്തിമയെ വിളിക്കുന്നുണ്ട്. എൻ്റെ മടിയിൽ കിടക്കുകയാണ്. ഫാത്തിമ വന്നു. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ഇബ്നത ഫീ ശക്വാഹു അല്ലദീ ഖുബിള ഫീഹി ഫസറഹാ ബിശൈഇൻ ഫബക്കത്. എന്തോ ഒരു സ്വകാര്യം ഫാത്തിമാന്റെ കാതിൽ പറഞ്ഞു. അപ്പൊ ഫാത്തിമ അങ്ങ് കരഞ്ഞുപോയി. സുമ്മ ദഅഹാ ഫസറഹാ ഫളഹികത്. പിന്നെ വേറെ ഏതോ ഒരു സ്വകാര്യം ഫാത്തിമയുടെ കാതിൽ പറഞ്ഞു. അപ്പോൾ ഫാത്തിമ ചിരിച്ചു. ഖാലത്ത് ഫസഅൽതുഹാ അൻ ദാലിക്. അരങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഫാത്തിമയോട് ചോദിച്ചു, ഇന്ന് മരിക്കുന്ന ദിവസം എന്താ ഫാത്തിമ നിന്നോട് നബി സ്വകാര്യം പറഞ്ഞത്? നീ ചിരിച്ചതും നീ കരഞ്ഞതും. അപ്പൊ പറഞ്ഞു, ഫാത്തിമ ഞാൻ വിട പറയുകയാണ്, ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പോവുകയാണ്. അപ്പോഴാണ് ഫാത്തിമ കരഞ്ഞത്. പിന്നെ എന്തിനാണ് നീ ചിരിച്ചത്? നിന്നെ ചിരിപ്പിച്ച വചനം എന്ത്? എന്റെ മോളെ ഫാത്തിമ, ഞാൻ പോയാൽ എന്നിൽ ആദ്യമായി കുടുംബത്തിൽ എന്റെ അടുത്തേക്ക് വരുന്നത് നീയാണ് മോളെ ഫാത്തിമ. വെറും 6 മാസം മാത്രം പിന്നെ ഫാത്തിമ ബീബി ലോകത്ത് ജീവിച്ചു എന്നതും ചരിത്രമാണ്. ഇതൊക്കെ പഠന വിധേയമാക്കേണ്ട കുറെ കാര്യങ്ങളാണ്. മരിക്കുന്ന നേരത്തെ റസൂലുള്ളാഹിന്റെ ഒരുപാട് ഉപദേശങ്ങൾ. ആയിഷ ബീവിയോട് ഉപദേശം, ഹസനെയും ഹുസൈനെയും വിളിച്ച് പേരമക്കൾക്ക് ഉപദേശം. മരിക്കുന്ന നേരത്തെ അവിടുത്തെ ദുആ, അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖ്. പടച്ചവനെ എനിക്ക് പുറത്തു തരണം, എന്നോട് നീ കരുണ കാണിക്കണം, ഏറ്റവും നല്ല കൂട്ടുകാരുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണം. വയഖൂലു, പിന്നെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്റാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. സുമ്മ നസബ യദഹു, അവിടുന്ന് കൈ ഉയർത്തി. വമാലത്തി യദഹു, അവിടുത്തെ കൈ പിന്നെ അങ്ങനെ ചാഞ്ഞു. അത് നിശ്ചലമാവുകയാണ്. അത് എൻ്റെ മടിയിൽ കടന്നിട്ട് ആ ശരീരം അങ്ങനെ പറങ്ങലിക്കുകയാണ്. അവിടുത്തെ റൂഹ് വിട പറയുകയാണ്. എൻ്റെ നബി എന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് കടന്നു പോവുകയാണ്. ആയിഷ ബീവി പറയുകയാണ്, എന്ത് ചെയ്യണം എന്നെനിക്കറിയൂല, എൻ്റെ റൂഹിലാണ്. നബി മരിച്ചു എന്നെനിക്കുറപ്പായി. ഞാൻ മെല്ലെ പുറത്തിറങ്ങി. ആളുകൾ ആകാംക്ഷയോടെ, മദീനക്കാര് മുഴുവൻ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് നബിക്ക് സംഭവിച്ചത് എന്നറിയാൻ ഉത്കണ്ഠയോടെ ഒരു വിട പറയുന്ന വസന്തത്തിന്റെ അവസാനത്തെ മുഹൂർത്തത്തെ ഒപ്പിയെടുക്കുവാൻ വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ചിട്ട് ഒരു ജനത ഒരു പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ സമർപ്പിതമായ സമയങ്ങളുടെയും സാക്ഷാത്കാരമായിട്ട് അവരങ്ങനെ സംഗമിച്ചു നിൽക്കുമ്പോ ഞാൻ അവരോട് പറഞ്ഞു, എന്റെ നബി മരിച്ചു പോയിട്ടുണ്ട്, നിങ്ങളുടെ പ്രവാചകൻ മരിച്ചു പോയിട്ടുണ്ട്, നബി വഫാത്തായി പോയിട്ടുണ്ട്. പെട്ടെന്ന് പള്ളിയിൽ ഒരു തേങ്ങലുണ്ടായി. അതൊരു വല്ലാത്തൊരു ശബ്ദം പോലെ അനുഭവപ്പെട്ടു. ഒരു ജനത മുഴുവൻ തേങ്ങുകയാണ്. അവർക്ക് ഈ നബിയെ മറക്കാനാവില്ല. അധർമ്മത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയവൻ, മദ്യത്തിൽ നിന്ന് മോചനം നൽകിയവൻ, അഭിമാനം ഒരു ജനതക്ക് സംരക്ഷിച്ചു കൊടുത്തവൻ, ഒരു ജനതയെ ലോകാവസാനം വരെ അഭിമാനത്തിന്റെ മാനത്തിന്റെ നെറുകയിൽ ചാർത്തിക്കൊടുത്ത ഒരു പ്രവാചകൻ അവരുടെ ജീവിതത്തിൽ നിന്ന് അസ്തമിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളെടുത്തിട്ട് ഇറങ്ങുന്ന ഒരു രംഗവും പറയുന്നു, എന്റെ നബി മരിക്കൂല, എന്റെ നബി മരിച്ചു എന്നാര് പറഞ്ഞാലും
ഞാനവന്റെ തലയെടുക്കുമെന്ന് പറയുന്നു. ആളുകൾ അത്ഭുതപ്പെടുന്നു, എന്താണ് സംഭവം എന്നറിയൂല. അപ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ എത്തുന്നു. വിവരമാരോ എത്തിച്ചു. സിദ്ദീഖ് കടന്നു വന്നു. ആ മുഖത്തെ മാറ്റി ആ നെറ്റിത്തടത്തിൽ സിദ്ദീഖ് അവസാനത്തെ ഒരു ചുംബനമർപ്പിച്ചു. ലോകത്തെ ഏറ്റവും നല്ല കൂട്ടുകാരന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. പിന്നെ കരയുന്ന ഫാത്തിമയെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വർത്തമാനം കേട്ടു. എന്ത് ചെയ്യണം? ആളുകൾ അന്തം വിട്ടു നിൽക്കുന്നു. മസ്ജിദിന്റെ മിമ്പറയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി. എന്നിട്ട് അവിടുന്ന് പറയുന്നൊരു വാക്കുണ്ട്, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഖദ് മാത വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഫിസ്സമാഇ ഹയ്യുൻ. ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചുവോ, മുഹമ്മദ് നബി മരിച്ചു പോയിട്ടുണ്ട്. ആരെങ്കിലും അല്ലാഹനെ ആരാധിച്ചുവോ, അവൻ ഹയ്യാണ്, അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവനാണ്. ഇന്ന് ഖുർആനിലെ ആയത്ത് ഓതുന്നു. ഉഹദിന്റെ നേരത്ത്, ചിതറിയോടിയ നേരത്തിറങ്ങിയ ആയത്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. മുന്നേ കഴിഞ്ഞുപോയ നബിമാരെ പോലെ എത്രയോ നബിമാര് കടന്നുപോയി. അഫ ഇമ്മാത ഔ ഖുതിൽ, ഈ നബി മരിക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ, ഇൻഖലബതും അലാ അഅഖാബികും, നിങ്ങൾ പുറകോട്ട് മാറിപ്പോവുകയാണോ? വമൻ യൻഖലിബ അലാ അഖിബൈ, ആരങ്ങനെ പുറകോട്ട് മാറിപ്പോയാലും ഫലൻ യദുറല്ലാഹ ശൈആ, അല്ലാഹുക്ക് ഒരു കുറവും വരൂല. നിങ്ങൾ ആര് പുറകെ തിരിഞ്ഞു പോയാലെന്ത്, ഈ ദീനിനൊരു കോട്ടവും വരാനില്ല. വസയജിദില്ലാഹു ശാകിരീൻ, നന്ദി ചെയ്യുന്നവർക്ക് അല്ലാഹു ഒട്ടേറെ പ്രതിഫലം നൽകുന്നതാണ്. ഉഹദിന്റെ രണാങ്കളത്തില് സഹാബത്ത് ചെതറിയോടിയപ്പോ ഇറങ്ങിയ ആയത്താണ്. ആ ആയത്താണ് ഇപ്പൊ സിദ്ദീഖ് ഓതിയത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയണ്ടായി, അബൂബക്കർ നിങ്ങൾക്ക് വഹി വന്നു എന്ന് ഞാൻ കരുതി. ആ നേരത്ത് അവർ ഒറ്റായത്ത് ഉമർ ശാന്തനാകുകയാണ്, യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ്, വികാരം വിവേകത്തിന് വഴിമാറുകയാണ്. എല്ലാം അസ്തമിച്ചു പോകും. ആ കൂട്ടത്തിൽ നബിയും വിട പറഞ്ഞു പോകും. നേരത്തെ ഉമർ പറഞ്ഞത്, ഈ നബി മരിക്കാൻ പോകൂല. എന്റെ നബി ഈസ നബി റബ്ബിന്റെ അടുത്തേക്ക് പോയ പോലെ, മൂസ നബി റബ്ബിന്റെ അടുത്തേക്ക് പോയ പോലെ എന്റെ നബി പോയതാണ്. പെട്ടെന്ന് വരും എന്റെ നബി. പക്ഷെ അത് വേർപാടാണ്, വേർപാടറിയിച്ചു. അങ്ങനെ മദീനയുടെ ദുഃഖം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, മദീന മൊത്തം കരഞ്ഞുപോയി, ദുഃഖം തളം കെട്ടിയ ഒരു മദീന. പക്ഷെ മദീന തിളങ്ങിയ ഒരു ദിവസം ഞാൻ ഓർത്തു. അന്ന് നബിയും അബൂബക്കറും മദീനയിൽ വന്ന ദിവസം, ആദ്യത്തെ ഹിജറയുടെ ദിവസം. തലഅൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു ഇലൈനാ മാ ദഅ ലില്ലാഹി ദാർ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിഅത ബിൽ അംരിൽ മുത്വഅ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാർ. അന്ന് തിളങ്ങിയതാ മദീന. എല്ലാവരും സന്തോഷിച്ചു. നബി വന്ന ദിവസം, ആഹ്ലാദത്തിന്റെ ദിവസം. ഇപ്പൊ ഈ നബി അസ്തമിച്ചു പോയ ദിവസം, മദീന ആകെ ഇരുൾമുറ്റിയ ദിവസമാണ്. മദീനയിൽ നിന്ന് നബി വിട പറയുന്ന ദിവസമാണ്. മറവ് ചെയ്തിട്ട് ഞാനിങ്ങനെ വന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിനെ മറവ് ചെയ്തു ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ ഫാത്തിമ ചോദിക്കുന്ന ഒരു ചോദ്യം, മനസ്സേ, എന്റെ നബിയുടെ മാറിടത്തിലേക്ക് നിങ്ങൾ മണ്ണ് വാരിയിട്ടുവോ അനസേ? അങ്ങനെ മണ്ണ് വാരിയിടുന്നാൽ നിങ്ങളുടെ കൈകൾക്ക് കരുത്ത് കിട്ടിയോ അനസേ? അത്ര വേർപാടും അത്ര ദുഃഖവും, അത്രമേൽ ഈ പ്രവാചകനോട് വല്ലാതെ സ്നേഹിച്ച ഒരു ജനത. അതാണ് ആ ജീവിതം. കാലം കടന്നു പോയപ്പോ എല്ലാം ആഘോഷങ്ങളായി മാറി. ദീനിലാകെ 2 ആഘോഷമേ പറഞ്ഞിട്ടുള്ളൂ. പൊക്കെ ആഘോഷമാണ്. എന്തിനും ആഘോഷം. അത് പേര് പറയാൻ കാര്യമല്ല, എല്ലാത്തിനും ആഘോഷം. വിവാഹാഘോഷങ്ങൾ അല്ലെ? സമുദായത്തിന്റെ വിവാഹാഘോഷം പേടിയാണ്. നിക്കാഹിന്റെ ഖുത്ബ അവിടെ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ അവിടെ നടക്കും. ആരും നിയന്ത്രിക്കാനില്ല, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ജനറേഷനോട് പറയുമ്പോൾ അവർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തീരുമാനങ്ങളൊക്കെ ആരുടേതോ ആണ്.
കുടുംബനാഥൻ വട്ടപൂജ്യമാണ്. ചിലപ്പോൾ വരനും നിഷ്കളങ്കനാണ്, അവനൊന്നും പറ്റണില്ല, നിയന്ത്രണങ്ങളൊക്കെ അപ്പുറത്താണ്. എന്തിൻ്റെയൊക്കെയോ പേരിൽ ആഘോഷം നടക്കുകയാണ് അല്ലെ. എത്രയോ മൂടുകളുടെ പാട്ടുകൾ പുറത്തിറങ്ങുക, മരണമൂട്, വലക്കമൂട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാട്ട് വരിക. അതിൻ്റെ ഇടയിൽ ആളുകൾ മരിച്ചു പോവുകയാണ്. എന്തൊക്കെ ലോകത്ത് നടക്കുന്നു. ഈ സംസ്കാരത്തെ തകർക്കാൻ എന്തൊക്കെയോ ലോകത്ത് സംജാതമാകുന്നു. അതൊക്കെ വലിയ പാഠമാണ്. അതുകൊണ്ട് ഇല്ലാത്ത ആഘോഷങ്ങൾ മതത്തിന്റെ പേരിൽ ചേർത്താൻ ഒരധികാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഈ മതം സമ്പൂർണ്ണമാണ്. ഇനി ഇതിൽ നിയമം വരാൻ പാടില്ല. അതുകൊണ്ടാണ് ആയിഷ ബീവി 46 കൊല്ലം ജീവിച്ചിട്ട് റബീഉൽ ഒരുപാട് കടന്നുപോയി, പ്രത്യേകമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. 30 വർഷം നീണ്ട ഖിലാഫത്ത് റാഷിദയുടെ ഭരണം, അതിൽ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഉസ്മാനുണ്ട്, അലിയുണ്ട് റളിയല്ലാഹു അൻഹും. അവർക്ക് തോന്നിയിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകളില്ല, ഷിയാക്കൾ തുടങ്ങി വെച്ച ഒരാചാരം ഒരു സമുദായം ഏറ്റെടുത്തിട്ട് അതിന്റെ പേരിൽ ആശംസകൾ നേരുന്നിടത്ത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ 2 ദിനങ്ങൾ ഒന്നിച്ചു വന്നു, എല്ലാ ഭയങ്കര ആഘോഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുക. അറിയാതെ നമ്മൾ അന്തം വിട്ടു പോവുക. മതം എത്ര പരിശുദ്ധവും പരിപാവനവുമാണ് എന്ന് ചില സംഗതികളിലൂടെ നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ ആവശ്യമാണ്. 2 പെരുന്നാളിൻ്റെ ആഘോഷം ആവശ്യമാണ്. അല്ലാത്ത ആഘോഷങ്ങളൊക്കെ നമ്മളെ വീടുകളിലൊക്കെ അല്ലെ. നബിയുടെ ജന്മദിനാഘോഷിക്കരുത് നമ്മൾ പറയും. നമ്മളെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് എല്ലാവർക്കും ഒരേ നിറമുള്ള കുപ്പായം, എല്ലാവരും കൂടി നിന്ന് കേക്ക് മുറിക്കുക, എല്ലാവരും കൂടി അത് വാട്സപ്പ് ആക്കുക. ആരാ? നല്ല ആദർശമുള്ളവർ, നല്ല കുടുംബം, നല്ല പേരും ചൂരുള്ള കുടുംബം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതിന് മതത്തിൽ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, പക്ഷേ അങ്ങനൊരു സംഗതി ഇല്ലല്ലോ. ജനനങ്ങൾ എത്രയോ നടക്കണം അല്ലെ, വിവാഹ ആനിവേഴ്സറികൾ, എന്നിട്ട് അതൊരു സംഭവം. അങ്ങനെ ഒന്നുമല്ല അത്. ലോകം ആലോചിക്കണം നമ്മൾ. വലിയ വലിയ സിറ്റികളിൽ മക്കൾ പോഷകാഹാരത്തിന്റെ വർധനവ് കാരണം പൊണ്ണത്തടി നേരിടുക. അതേസമയത്ത് ഇന്ത്യയുടെ ഉത്തരേന്ത്യയുടെ ചേരി പ്രദേശങ്ങൾ അല്ലെ, ഭക്ഷണം കിട്ടാതെ എത്ര മക്കൾ കഷ്ടപ്പെടുന്നു എന്നറിയും. പോഷകാഹാരങ്ങളില്ലാതെ അവരെ കൂലിയൊക്കെ കേട്ട അന്തം മുട്ടുപോകും നമ്മൾ. ഇപ്പോഴും ഒരു 200 റുപ്യ കിട്ടണമെങ്കിൽ, വെറും 200 റുപ്യ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ചിലർ ആഴ്ചകൾ പണിയെടുക്കേണ്ടി വരും. 20 രൂപയും 25 രൂപയും ഒക്കെ കൂലി കിട്ടുന്ന കുഗ്രാമങ്ങൾ ഇന്നും ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലുണ്ടെന്ന് വായനയിലൂടെ അറിയുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും. അവിടെയാണ് ഈ അനുഗ്രഹത്തിന്റെ പ്രതീക്ഷയിൽ എല്ലാം മറന്ന് അഹങ്കരിക്കുന്ന ഒരു സമുദായത്തിന്റെ ചിത്രം നമ്മൾ അന്തം വിട്ട് നോക്കുകയാണ്. പട്ടിണി, പരിവട്ടം, പ്രയാസം, ദുഃഖം, ദുരിതം എന്നൊക്കെ പറഞ്ഞ അത് അന്യം നിന്ന് പോകുന്നൊന്നും നമ്മൾ കരുതണ്ട. അത് ചിലപ്പോൾ നമ്മളെ തേടിയെത്തുമ്പോൾ പരീക്ഷണം ഏത് രൂപത്തിൽ വരുന്നറിഞ്ഞൂടാ. അതുകൊണ്ട് ആഘോഷങ്ങൾ അതിരുകടന്നപ്പോൾ, എല്ലാവരും നൃത്തച്ചുവടുകളിലൂടെ എല്ലാം മറന്നുപോയപ്പോൾ, ചില നൃത്തച്ചുവടുകൾ അവസാനത്തതാണെന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ അല്ലേ, ഒസയിലെ മക്കളെയൊക്കെ ഓർക്കുമ്പോൾ അന്തം വിട്ടുപോകും നമ്മൾ. എന്താ ലോകത്ത് നടക്കുന്നത്? വല്ലാത്തൊരു കാട്ടുനീതി. ഒരു ജനതയെ നിഷ്കാസനം ചെയ്യുന്നു. ലോകം അന്തം വിട്ട് നോക്കി നിൽക്കുക. പറയാൻ ആർക്കും ധൈര്യമില്ലാത്തൊരു പ്രത്യേക സാഹചര്യം ലോകത്ത് നടമാടുന്നു. നിഷ്കളങ്കരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുആയില്ലാതെ വേറൊരു മാർഗമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പാവം മക്കൾക്ക്, ആ ജനതയ്ക്ക് ഒരു ആശ്വാസം പ്രദാനം ചെയ്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനും അവിടുത്തെ ചര്യ ജീവിതത്തിൽ പകർത്തുവാനും റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.